പൂരം അങ്ങനെ കൊട്ടിക്കയറുന്ന സമയമാണല്ലേ. പല ഭാഗങ്ങളിലും ഇഷ്ടം പോലെ പൂരം. ഇതാ തൃശ്ശൂർ പൂരം വരുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ വീടിനടുത്തുള്ള ആ ചെറുപൂരായാലും അത് കാണാനൊരു രസമാണല്ലേ. അപ്പോൾ അതാ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പൂര കാഴ്ചകളും അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നൈറ്റിലത്തെ വീഡിയോ ആണ് കേട്ടോ. പൂരത്തിൻ്റെ തലേ ദിവസം അമ്പലത്തിലേക്ക് പോയപ്പോൾ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പാട്ടൊക്കെ ആയിട്ട് ഇഷ്ടമായിട്ട് ഹൈഡ്രജൻ ബലൂൺ പിടിച്ച് തുള്ളി കളിച്ച് നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ എല്ലാ വർഷവും ഇതുപോലെ പൂരത്തിൻ്റെ സമയത്ത് നായാടിക്കളി വരും. അപ്പോൾ അവർ മുറ്റത്താണ് കളിക്കാറുള്ളത്. ഇപ്രാവശ്യം അവർ ഉമ്മറത്ത് കയറിയിട്ടാണ് കളിച്ചത് കേട്ടോ. അപ്പോൾ സ്ഥിരം വരുന്ന ആളാണ്. അപ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു കാര്യം കൂടിയാണ്. പൂരത്തിൻ്റെ സമയത്ത് ഇതാ രാവിലെ ഇങ്ങനെ വരും, ദേവിയുടെ ഒരു രൂപം അവിടെ വെച്ചിട്ട് അവർ പാട്ടൊക്കെ പാടി കളിക്കും. അപ്പോൾ കുട്ടികൾക്ക് അത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. നിങ്ങൾക്കത് നൊസ്റ്റാൾജി വരുന്നൊരു കാഴ്ചയാണ്. ചില വർഷങ്ങളിൽ പൂതൻ, തെയ്യം, തെറാതൊക്കെ വരാറുണ്ട്. ചില ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരാറുള്ളത്. ഇവിടെ സ്ഥിരം നായാടിക്കളിയാണ് കേട്ടോ വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് വരാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അമ്പലത്തിലേക്ക് പോയി. പന്നിശ്ശേരി ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രമാണ്. കേരളത്തിലെ അപൂർവ നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ്ഥിരം വന്നു പോയിരുന്ന ആ ഒരു അമ്പലം. അപ്പോൾ അത്രയും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം പരിസരമൊക്കെയാണ്. അപ്പോൾ ഇന്നിവിടെ പൂരാണ്. അപ്പോൾ രാവിലെ നമ്മളിത് തൊഴാനായിട്ട് വന്നതാണ്. അപ്പോൾ ശീവേലി സമയമൊക്കെ ആയി. ഗുരുവായൂരിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. ഗുരുവായൂർ പോണ വഴിക്ക് കൂനാമുച്ചി, അവിടെ നിന്ന് മറ്റം റോട്ടിൽ ഏതാണ്ട് ഉള്ളിലേക്ക് മാറിയിട്ട് ഇങ്ങനെ ഒരു പാടത്തിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. മുൻപ് നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചുറ്റുഭാഗത്തെ പാടം അതൊക്കെ. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയിട്ട് വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ ശിവേലി സമയത്ത് വലിയ സ്ഥിരം പറ വയ്ക്കാറുണ്ട്. അപ്പോൾ പറ വെക്കൽ കഴിഞ്ഞു, പറയെടുപ്പൊക്കെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാദ്യക്കാരും ആൾക്കാരും ഒക്കെ ഈ ഭഗവാൻ തടമ്പിൻ്റെ പിന്നാലെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ രാവിലെ. പറ വയ്ക്കുന്ന ആൾക്കാരായാലും തൊഴാൻ വരുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, നാട്ടുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെ എത്തുന്ന ഒരു സമയം. വൈകിട്ട് പൂരം എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കൂടും. അതായത് 8 ആനകളൊക്കെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പൂരമാണ്. എന്നിരുന്നാലും വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പൂരമൊന്നുമല്ല. ഈ നാട്ടുകാരൊക്കെ അത്രയധികം എൻജോയ് ചെയ്യുന്ന ഒരു സൂപ്പർ പൂരം. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നിന്ന് കാണാനൊക്കെ ആയിട്ട്. പറമ്പും പാടം അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പരിസരമായാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പൂരം നിന്ന് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അത്ര ക്രൗഡായിട്ട് ഫീൽ ചെയ്യൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ട് സുഖമായിട്ട് പൂരവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം. ഇപ്പോൾ കുറച്ചധികം നവീകരിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നരസിംഹമൂർത്തിയെ കൂടാതെ വേറൊരു നടയും കൂടിയുണ്ട്, കൃഷ്ണൻ്റെ. അപ്പോൾ കല്യാണങ്ങളും ചോറൂണ് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നടത്തുന്ന ഒരു അമ്പലം കൂടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ് അല്ലേ. അതായത് ജനിച്ച് വളർന്ന് കണ്ടു വളർന്ന ഒരു അമ്പലത്തിൽ അവിടെ തന്നെ കല്യാണം. അപ്പോൾ നമ്മുടെ അങ്ങനെ പേഴ്സണലായിട്ടുള്ള ഒരു ഇഷ്ടം കൂടിയുണ്ട് ഈ അമ്പലത്തിനോട്. 2 വലിയ ആലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ. അതുപോലെ തന്നെ വഴിപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠയുടെ പുറത്താണ്. നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതോടെ തന്നെയാണ്. അപ്പോൾ ശബരിമല സീസണായി കഴിഞ്ഞാൽ സുഖമായിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് തൊഴാൻ വരുന്ന ഭക്തരുടെ തിരക്കുണ്ടാവാറുണ്ട്. അതുപോലെ അയ്യപ്പൻ വിളക്ക്, കാണിപ്പാട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. അമ്പലത്തിൻ്റെ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പുഷ്പങ്ങളൊക്കെ പൊട്ടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അധികം ദൂരമൊന്നുമില്ല. നമുക്ക് വീടിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്പലം കാണാം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ
തൊട്ടടുത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കോളേജ് സ്റ്റോപ്പ് എന്നാണ് ബസ് ഇറങ്ങാനുള്ള സ്റ്റോപ്പിന് പറയാൻ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ശ്രീകൃഷ്ണ കോളേജിലേക്ക്. കുട്ടിക്കാലത്ത് 2 നേരം വന്ന് തൊഴുക, പിന്നെ രാമായണ മാസമായി കഴിഞ്ഞാൽ രാമായണം വായിക്കാൻ വന്നിരുന്ന അമ്പലം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഭഗവാന്റെ ഒരിടം. ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നട. ഇവിടെയാണ് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളത്. അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് തൊഴുത് വിവാഹം നടത്താൻ പറ്റിയ ഒരു അമ്പലം കൂടിയാണ് കേട്ടോ ഇത്. ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലത്തെ ഗേറ്റ് എന്ന് പറയുന്നത്, പാടത്തേക്കുള്ളത്. അവിടെ 2 ഇതുപോലെ സിംഹങ്ങളുടെ തലയുള്ള സ്കൾപ്ചേഴ്സ് 2 ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇനി അവിടെ തന്നെയാണ് സൈഡിൽ കുളം, പടവുകളൊക്കെ കെട്ടിയിട്ട് നല്ല നവീകരിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചു പോരുന്നുണ്ട്. ആൾക്കാർ കുളിക്കാനും കാര്യങ്ങളൊക്കെ വരുത്താറുണ്ട്. അതുപോലെ തന്നെ മീനൂട്ട് കടവ് എന്ന് പറയുന്ന ഒരു കടവും കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ഇതുപോലെ പാടത്തിൻ്റെ സൈഡിലായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയാലും നല്ലോണം തണുത്ത് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു ഗ്രീനിഷായിട്ട് നിൽക്കുന്ന ഒരു കുളം. സൈഡിലൊക്കെ നിറച്ച് തെങ്ങും അതുപോലെ തന്നെ പാടത്തു നിന്നുള്ള കാറ്റൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ പാടത്തേക്ക് ഇറങ്ങി. അധികം കടകളൊന്നും ഇപ്രാവശ്യം എത്തിയിട്ടില്ല. ഇനി ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ആകുമ്പോഴേക്കും നല്ല സജീവമായിരിക്കും. അപ്പോൾ നമ്മളിതാ പാടത്തിൽ ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. ഈ കണ്ടത്തിലൊക്കെയാണ് ഓണക്കാലത്ത് ഇഷ്ടംപോലെ ചാമയൊക്കെ ഉണ്ടാവാറുള്ളത്, ഇത് കൂടെയൊക്കെ നടന്നു പോകാറുള്ളത്. ഇപ്പോൾ നമ്മളിതാ നടന്നു പോകാൻ. അവിടെ ഒരു സുന്ദരൻ ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല ഉഗ്രൻ കൊമ്പൊക്കെയാണ്. ഇതാണ് അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന ആന. ശിവൻ എന്നാണ് പേര്. അപ്പോൾ നല്ല വൃത്തിയായി കുട്ടപ്പനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, സുന്ദരനായിട്ട് തിലകക്കുറിയൊക്കെ അണിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെ ആൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. പിന്നെ നേരെയൊക്കെ ആക്കിയപ്പോൾ കുറച്ച് കാലൊക്കെ എടുത്ത് മാറ്റിയേക്കണം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ ഈ ഭഗവാൻ ഇവിടെ എഴുന്നള്ളിക്കുന്ന ഈ ആനയെ കൂടാതെ വേറെ 7 ആനകളും കൂടി ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിതാ തിരിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അത് ഇവിടേക്കാണ് കേട്ടോ, ആൽത്തറയിൽ ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ പൂരം കാണാറുള്ളത്. ഇവിടെയാണ് ആനകൾ അണിനിരക്കുക പൂരത്തിന്. അതുപോലെ തന്നെ ബാക്കിലേക്ക് കുറച്ചും കൂടി നടന്നു പോകും, വീണ്ടും തിരിച്ചു വരിക. അതുപോലെ തലപ്പൊക്കമുണ്ട്. തല ഏറ്റവും കൂടുതൽ പൊക്കി പിടിക്കുന്ന ആനയ്ക്ക് അമ്പലത്തിൻ്റെ വക തുളസിമാല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അരങ്ങേറുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ കുട്ടീസ് ഇതാ ഇങ്ങനെ അമ്പലപ്പറമ്പൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വൈകുന്നേരം വരാനുള്ള വെയിറ്റിങ്ങിലാണ്. ചൂട് കൂടി തുടങ്ങി. ഒരു 11 മണി 11:30 സമയമായി രാവിലെ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും. അത് കഴിഞ്ഞ് പിന്നെ പൂരം എഴുന്നള്ളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണാൻ വരാറുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ പിറകു വശത്തെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡ് എന്നുള്ളത്. മുൻഭാഗത്തെ ഗേറ്റ് കൂടെ കുറച്ചും കൂടി അധികം പാടത്തു കൂടെ നടന്നു പോയാലാണ് ചൂണ്ടൽ ഭാഗത്തേക്കുള്ള റോഡായിട്ട് കണക്ട് ചെയ്യുക. ഇതാണ് കുറച്ചും കൂടി വരാനായിട്ട് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഗുരുവായൂർ വരികയാണെങ്കിൽ ഇവിടെ വന്ന് തൊഴാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ പൂരത്തിന് വന്നിരുന്നു വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇവിടെ അടുത്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്